ഹലോ കൂട്ടുകാരെ, എന്നോട് വിശേഷമൊക്കെ സുഖമായിട്ടിരിക്കുന്നു. ഇവിടെയൊക്കെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ ഇന്ന് ഈശോയുടെ വചനം നമ്മുടെ സംസാരിക്കുന്ന സങ്കീർത്തനം 95 അധ്യായത്തിൻ്റെ 6 വാക്യത്തിലൂടെയാണ്. വരുവിൻ, നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ മുൻപിൽ നമുക്ക് മുട്ടുകുത്താം. അപ്പം ഈ ഒരു വചനം പറയുമ്പോൾ കുറേ പേര് നമ്മളോട് ചോദിക്കും, നമ്മൾ എന്തിനാ കൈകൊട്ടി പാട്ട് പാടുന്നത്, ഒത്തിരി ഒച്ച വെച്ച് സ്തുതിക്കുന്നത്, ഒത്തിരി. അപ്പോൾ നമ്മൾ ഒത്തിരി ധ്യാനകേന്ദ്രത്തിലൊക്കെ ചെല്ലുമ്പോൾ കാണാറില്ലേ, പലപ്പോഴും നമ്മൾ ചോദിക്കും, എന്തിനാ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? പക്ഷെ അങ്ങനെയല്ല. നമ്മൾക്ക് ഇത്രയും നമ്മളെ കരുതുന്ന ദൈവത്തിന് നമ്മൾ എന്തോരം നന്ദി, എത്ര ഉച്ചത്തിൽ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഏതൊക്കെ രീതിയിൽ നമ്മൾ ഈശോയെ സ്തുതിക്കാമോ അല്ലെങ്കിൽ ഈശോയെ ആരാധിക്കാമോ, അങ്ങനെയൊക്കെ ആരാധിക്കുന്ന എന്താണ് വളരെ അനുഗ്രഹീതപൂർവമാണ്. അപ്പം അതൊത്തിരി അനുഗ്രഹമാണ് നമ്മുടെ ജീവിതത്തിൽ. അപ്പം ഞാൻ പറയും, ഈശോനെ നമ്മൾ ഒത്തിരി സ്നേഹിക്കുന്ന മക്കളായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അതിനൊന്നും മടി കാണിക്കേണ്ട കാര്യമില്ല. ഒന്നും ഉറക്കെ പാട്ട് പാടാനോ കൈകൊട്ടാനോ. കാരണം നമ്മൾ നമ്മുടെ നാവ് ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, നമ്മുടെ അധരങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ നമുക്ക് വരും. അപ്പോൾ ഈ വചനത്തിലൂടെ നമുക്ക് ഈശോയെ പ്രത്യേകമായിട്ട് ആരാധിച്ച് സ്തുതിച്ച് ഈശോയുടെ മക്കളായിട്ട് നമുക്ക് മാറാം. അപ്പോൾ ഒന്നിനും മടി വിചാരിക്കേണ്ട, കേട്ടല്ലോ. അപ്പം ഈശോയുടെ മക്കളെ ഈശോ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കൂട്ടുകാർ ഇപ്പോൾ പോകുന്നു, പിന്നെ കാണാം. ബായ്.